നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന വ്യാഖ്യാനം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് മന്ത്രി MP രാജേഷ് ഉയർത്തിയിരിക്കുന്നത്. നടി പാർവതിയെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു മറുപടി MP രാജേഷ് കൊടുത്തത്. കാരണം സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ വന്ന് കോൺക്ലേവ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയാണോ സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്നും പാർവതി വെട്ടിത്തുറന്ന് ചോദിച്ചിരുന്നു. ഇത് പിണറായിക്ക് മുഖത്തേറ്റ അടിയായിപ്പോയി. അതിനാണ് ഇപ്പോൾ MP രാജേഷ് വന്നു മറുപടി പറഞ്ഞത്. എന്നാൽ പാർവതിയുടെ പേരെടുത്തുപോലും പറയാതെയാണ്, പാർവതിക്കുള്ള മറുപടിയാണെന്ന് പോലും പറയാതെയാണ് MP രാജേഷ് ഇത്തരത്തിൽ അങ്ങ് പൊട്ടിത്തെറിച്ചത്. ഒന്നുമില്ലെങ്കിൽ ആ നടിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്കുള്ള മറുപടിയാണെന്ന് പറയാനുള്ള നട്ടല്ലെങ്കിലും MP രാജേഷ് കാണിക്കണമായിരുന്നു. അതിനുപോലും ധൈര്യമില്ലാതെ വന്നു നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മന്ത്രിയുടെ പവർ കാണിക്കാൻ നിൽക്കരുത്. ഒന്നെങ്കിൽ വാ തുറന്ന് അത് പറയാനുള്ള ധൈര്യം കാണിക്കണം. പക്ഷെ അതൊന്നുമില്ലാതെ നടിയുടെ പേര് പോലും എടുത്തു പറയാതെ ഒരു മറുപടി പറഞ്ഞിട്ട് മൂപ്പരങ്ങ് പോയി. അതായത് സിനിമാ കോൺക്ലേവ് നടത്തും എന്നുള്ളത് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒരു നടപടിയും എടുക്കാതെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. നിയമ നടപടി വേണമെന്ന ആവശ്യം വരുന്നു. സർക്കാർ മിണ്ടുന്നില്ല. അതിൽ നിന്ന് തലയൂരാനാണ് സിനിമാ കോൺക്ലേവ് പ്രഖ്യാപിച്ചത്. എന്നാൽ സിനിമാ കോൺക്ലേവ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ സർക്കാരിന് പോലും ഒരു വ്യക്തതയുമില്ല. അതിനെയാണ് നടി പാർവതി ചോദ്യം ചെയ്തത്. ഇതിന് മറുപടി കൊടുക്കാനാണ് MP രാജേഷിനെ ഇപ്പോൾ കളത്തിലിറക്കിയത്. പക്ഷേ MP രാജേഷിന് കിട്ടാനുള്ളത് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. മുൻപ് നടി പാർവതി CPMകാർക്ക് സ്വീകാര്യയായിരുന്നു. കാരണം തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് നടി പാർവതി രംഗത്ത് വരുമ്പോഴൊക്കെ സഖാത്തിയാണ് എന്നുവരെ CPM അങ്ങ് വെച്ചലക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ സഖാക്കളെ ചോദ്യം ചെയ്തതോടെ നടി ശരിയല്ല, നടിക്ക് നല്ല അടിയുടെ കുറവുണ്ട് എന്നുള്ള പക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ CPM. ഇതാണ് ഇവരുടെ സ്ത്രീപക്ഷ നിലപാട്. ഇവരെ ചോദ്യം ചെയ്തു പോയാൽ പിന്നെ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവരെ ചോദ്യം ചെയ്താൽ പിന്നെ അവരാരും ശരിയല്ല, ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയും. എന്നിട്ട് അങ്ങോട്ട് മാറി നിന്ന് ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന നിലപാടും സ്വീകരിക്കും. ഇതിനെയാണ് ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയുന്നത്. MP രാജേഷിന്റെ തള്ളു കേട്ടു നോക്കാം, ഭയങ്കര കോമഡിയാ. ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമേ സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിശദമായ പഠനം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നതാണ് പ്രധാന കാര്യം. സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയാണ് ഇത്. സർക്കാരിന്റെ സമീപനം വളരെ വ്യക്തമാണ്. മറ്റൊരു സംസ്ഥാനത്തും സ്വീകരിച്ചിട്ടില്ലാത്ത ആർജവത്തോടെയുള്ള ധീരമായ നിലപാടാണ് അത്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതെന്നും MP രാജേഷ് ഗീർവാണം അടിച്ചുകൊണ്ടങ്ങ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര വൈകിയതെന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവത്തിന്റെ ഉറപ്പിലാണ് പലരും കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ സങ്കുചിത രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങി. കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചാണ് ഇരിക്കുന്നത് എന്ന വ്യാഖ്യാനം ഉണ്ടാകുന്നത്? സിനിമാ മേഖലയെ സംബന്ധിച്ച് സമഗ്രമായ നയം ഉണ്ടാകണമെന്ന ഒറ്റ ഉദ്ദേശമേ സർക്കാരിന് മുന്നിലുള്ളൂവെന്നാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നയം ആവിഷ്കരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു.